ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ ഒരു ഡോ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടുള്ള പാലിൽ കുറച്ച് ഈസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇത് ആക്ച്വലി ഞാനൊരു സ്നാക്ക് ചെയ്യാൻ വേണ്ടി മനസ്സിലൊരു സ്നാക്കിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. പാലിൻ്റെ ഇതിനൊന്നും ഒരു കറക്റ്റ് അങ്ങനെ മെഷർമെൻ്റ് ഒന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഏകദേശം അളവിൽ അങ്ങനെ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈദപ്പൊടിയാണ് ഞാനിതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഏകദേശം ഒരു കപ്പോളം മൈദപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് ആദ്യം ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി ബെറ്റർ ആവും. ഞാനത് വിട്ടുപോയി ചെയ്യാൻ. ഞാനത് ആദ്യമായിട്ട് എവിടുന്നോ മുന്നെപ്പോഴോ കണ്ടിട്ടുള്ള ഒരു ഐഡിയ വെച്ച് അങ്ങനെ ചെയ്യാൻ. ഞാൻ പിന്നെ ചെക്ക് ചെയ്യാൻ നോക്കിയിട്ടൊന്നുമില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ഐഡിയ ആണ്. അപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ആദ്യം ഇത് ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉപ്പും മൈദപ്പൊടിയും കൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഈ ചെറിയ ചൂടുള്ള പാല് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യുകയാണ്. പക്ഷേ ഡോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഒഴിക്കുന്ന ആ ഒരു പരുവുണ്ടല്ലോ, അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. അപ്പം ഞാനിപ്പോൾ എടുത്ത ഈ പാലിൻ്റെ അളവ് കറക്റ്റായിരുന്നു. അത് മുഴുവൻ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു വെള്ളം കൂടി പോകേണ്ട, കുറച്ചൊരു ഹാർഡായിട്ടുള്ള ഒരു ലെവലിൽ അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ പിന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ ലെവലായിക്കോളും. അപ്പോൾ ഇതാ ഏകദേശം സ്പൂൺ 8 മാക്സിമം ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ബാക്കി നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം കുറവാണ് എന്നുള്ള ഒരു ഇത് ഫീൽ ചെയ്യും. പക്ഷേ അത് ഓക്കെയാണ്, കറക്റ്റാണ്. അപ്പോൾ ഇനി പാത്രത്തിൽ നിന്ന് മൊത്തമായിട്ടൊന്ന് മാറ്റിയിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് അതൊന്ന് ഭയങ്കര സ്മൂത്തായിട്ട് വരുന്ന ആ ടെക്സ്ചർ ഉണ്ടല്ലോ, ആ ഒരു ലെവലിലേക്ക് നന്നായിട്ട് അത് കുഴച്ച് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ്സൊക്കെ തന്നെ അങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കണ്ടോ, ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിൽ കയറിയത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മയോനൈസ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടൈപ്പ് മയോനൈസ് ഉണ്ടല്ലോ, അത് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. ബോയിൽഡ് എഗ്ഗ്, പിന്നെ അതുപോലെ വെളുത്തുള്ളി, പിന്നെ ചീസ്, പാല്, പിന്നെ മുളക് പൊടി അല്ലെങ്കിൽ ഉണക്കമുളകോ ഇത് ചേർക്കാൻ. ഞാൻ മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട്, പിന്നെ ചീസിൽ ഉപ്പുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ചീസ് സാൾട്ടഡ് ആണ്, സോ അതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് കറക്കി സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ ഞാൻ ഏകദേശം ഇതേ സെയിം ഇപ്പോൾ എന്താ പറയുക, കുറച്ച് മുന്നേ വൈറലായിരുന്നല്ലോ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ചിക്കൻ സാൻഡ്വിച്ച് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഏകദേശം ഫില്ലിങ് ഇതാണ്. അപ്പോൾ നമ്മൾ നോർമലി സമൂസൊക്കെ ചെയ്യുന്ന ആ ഒരു ഫില്ലിംഗ് ആണിത്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മാറ്റിയിട്ട് ഞാൻ ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മയോനൈസ് ക്രീം ഉണ്ടല്ലോ, അത് ഇതിൽ ആഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഈ ഒരു സെയിം ഫില്ലിങ്ങിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോർമലി ഉള്ളത് സമൂസക്കും ഇത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ ഒരു ടോസ്റ്റ് ചെയ്ത ബ്രെഡിലൊക്കെ ഫില്ലിംഗ് ആയിട്ട് ചേർത്തിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഒരു ക്രീം നല്ലൊരു അടിപൊളി
ഫ്ലേവറാണ്. അപ്പോൾ ആരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു മൈദപ്പൊടിയുടെ ആ ഒരു ഡോല് ഫില്ല് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതാ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഡോ നല്ല അടിപൊളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമ്മുടെ പിസ്സ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് ഇങ്ങനെ 2 സെപ്പറേറ്റ് ബോളാക്കിയിട്ട് ഒരു ബോളിനെ നന്നായി പരത്തിയിട്ട് അതിൽ നിന്നും റൗണ്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അത് സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ ടൈം കുറച്ച് കൂടുതൽ വേണ്ടി വന്നിരുന്നു. അപ്പോൾ പിന്നെ നോമ്പ് തുറക്കാനുള്ള സമയമായതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു. അപ്പോൾ പരത്താനൊക്കെ നല്ല രീതിയിൽ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് പരത്തി അതിൽ നിന്ന് ഒരു പാത്രത്തിൻ്റെ ചെറിയ റൗണ്ടിലുള്ള പാത്രത്തിൻ്റെ ഒരു അടപ്പ് വെച്ചിട്ട് റൗണ്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ എന്താ സാധനത്തിൽ പറയുക, നമ്മൾ മോമോസിൻ്റെ ഒരു ചെറിയ ഷേപ്പ് അങ്ങനത്തെ ആ ഒരു ചെറിയ മടക്ക് പോലെ അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു കിഴി ടൈപ്പിലുണ്ടല്ലോ, അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാനിതാ അങ്ങനെ 2 റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ റൗണ്ടിൽ നിന്നും 3 ചെറിയ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ഇതിങ്ങനെ ചെയ്ത് ആ ടൈമൊക്കെ അങ്ങനെ ആയപ്പോൾ എനിക്ക് ആകെ ഒരു കൺഫ്യൂസ്ഡായി, ഇത് സക്സസ് ആവുമോ ഇനി എന്നുള്ളൊരു കൺഫ്യൂഷനായി. അപ്പോൾ ഞാനിതാ ഒന്നിൻ്റെ ഉള്ളിൽ അങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് 1 സ്പൂണ് ഫില്ലിങ്ങാണ് ഒരു ചെറിയ ചപ്പാത്തിയുടെ ഉള്ളിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി അങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്കങ്ങനെ ചെറുതായിട്ടൊരു കിഴി പോലെ കിട്ടും. ഞാനിത് ഫ്രൈ ചെയ്തെടുത്തു. പക്ഷെ എനിക്ക് തോന്നുന്നു അത് സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരുന്നല്ലോ. ഇനി അടുത്തൊരു ദിവസം എന്തെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തിട്ട് അത് സക്സസ് ആയാൽ നിങ്ങളെ കാണിക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിൽ ഈ ഒരെണ്ണം മാത്രമേ ചെയ്തുള്ളൂ. ഈ പറഞ്ഞ പോലെ ടൈമില്ലാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നം, പിന്നെ ഇത് ഇനി സക്സസ് ആവുക, ഉള്ളിൽ ആ മൈദ വേവ്, അങ്ങനത്തെ എന്തൊക്കെ കൺഫ്യൂഷൻ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് വന്നു. അപ്പോൾ ഞാനിത് ഒരെണ്ണം തന്നെ ചെയ്തോളൂ. പക്ഷെ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നോമ്പായതുകൊണ്ട് നമുക്ക് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അങ്ങനെയൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരെണ്ണം തന്നെ ചെയ്തോളൂ. ഇതാണെങ്കിൽ എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് ഒരെണ്ണം ഞാൻ ചെയ്തത് ഇതുപോലെ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് അതിൻ്റെ മീതെ വേറെ ഒരെണ്ണം വെച്ചിട്ട് ഞാനിത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക ചെയ്തത്. അതിന് ടേസ്റ്റ് നല്ലതായിരുന്നു, പക്ഷെ കുറച്ചൊരു ഹാർഡ് ടൈപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് നമ്മൾ ചില പിസ്സയുടെ ഒക്കെ ഈ തലപ്പ് ഭാഗം ഉണ്ടാവുമല്ലോ, കുറച്ച് കട്ടിയായിട്ട് ഇങ്ങനെ കുറച്ചൊരു ഹാർഡായിട്ട് അതുപോലെ ഫീൽ ചെയ്തു. പക്ഷെ അതിൻ്റെ ആ ഒരു ഡോൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ ഫില്ലിങ്ങും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, നല്ലതായിരുന്നു. ഞാൻ ഈ 2 ഐറ്റം ഓരോന്ന് വെച്ചിട്ട് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ, സമൂസ ചെയ്യണ പോലെ സമൂസ ഷീറ്റിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ് ആക്കിയിട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാനിത് ഓവനിൽ വെക്കുന്നതിന് മുന്നേ ഒന്ന് എഗ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, മുകളിലൊന്ന് സ്റ്റൈലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല, പക്ഷെ കൊള്ളായിരുന്നു. അപ്പോൾ ഞാനിത് ആദ്യം ഫ്രൈ ചെയ്തെടുത്തു.
കണ്ടപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി, പക്ഷെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര റിഗ്രറ്റായിപ്പോയി. ഒരു 2-3 ഉണ്ടാക്കാമായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻഷാല്ല പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് സ്റ്റീം ചെയ്തും കൂടി ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്ത് നോക്കുകയും കൂടി ചെയ്തോളൂ. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിനേക്കാൾ ഒന്നുകൂടി ബെറ്റർ ആണല്ലോ. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ അങ്ങനെ സമൂസയുടെ സെയിം ഷേപ്പിൽ തന്നെ ചെയ്തത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ഐറ്റംസാണ് ഉണ്ടായത്. അപ്പോൾ എയർ ഫ്രൈ ചെയ്തെടുത്തത് ഇങ്ങനെയാണ്. പിന്നെ സ്ക്വാഷ് വെച്ചിട്ടുള്ള ഡ്രിങ്ക് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡേ ഇങ്ങനെ അവസാനിച്ചു. പിന്നെ നമ്മൾ പിറ്റേ ദിവസം അത്താഴത്തിന് എണീറ്റതാണ് ഇത്. അപ്പോൾ ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെച്ചു. അത്താഴത്തിന് എന്ത് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഭയങ്കര രീതിയിലുണ്ട്. പക്ഷെ എന്നാലും ആദ്യം തന്നെ ഒരു ചായ വെച്ച് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കിളിപോയ ഇതിലിങ്ങനെ നിന്നു. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് പഠിക്കാനൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ സമയത്തൊക്കെ നോമ്പിന് നമുക്ക് നല്ലൊരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെന്തായാലും അത്താഴത്തിനൊക്കെ എണീക്കുമ്പോൾ അപ്പോൾ ആ ടൈമിൽ പഠിക്കാൻ, പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ടൈമിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ടൈമാവും. നമുക്കൊരു മോർണിംഗ് സ്റ്റഡി റൊട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. അപ്പോൾ ഞാൻ ഈ സമയത്ത് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. ചോറ് ഇപ്പോൾ അരി ഒറ്റ തിളച്ചതിന് ശേഷം ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കും. പിന്നെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ഉണ്ടല്ലോ, അതിങ്ങനെ ചെയ്ത് വെക്കരുത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അത് പെട്ടെന്ന് വേവുന്നതല്ല, അപ്പോൾ ഭയങ്കരമായിട്ട് ഓവറായിട്ട് വെന്തു പോവും. ഇത് നമ്മളല്ലാണ്ട് മേടിക്കുന്ന അരിയാണ്, കുറുവ അരി അങ്ങനെ എന്തോ അതിന് പറയില്ലേ, അതാണ്. അപ്പോൾ അത് ചോറൊന്ന് ജസ്റ്റ് ഒരു തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് റൈസ് കുക്കറിലേക്ക് എടുത്തേക്കാം. അപ്പോഴത്തേക്കും ഞാനിവിടെ ചായ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ചായ ഇപ്പോൾ എനിക്ക് കുടിക്കാനും പിന്നെ ഇനിയിപ്പോൾ മോർണിംഗിൽ അവരൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം കൂടി ചെയ്ത്. അപ്പോൾ ഞാൻ കട്ടൻ ചായയും പിന്നെ അതുപോലെ റസ്ക്കും പിന്നെ 2-3 അണ്ടിപ്പരിപ്പും കൂടിയിട്ടാണ് കഴിച്ചത്. അത്താഴത്തിന് എന്തോ ഒന്നും കഴിക്കാൻ മൂടില്ലാത്ത കുറച്ച് ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ ജസ്റ്റ് വെള്ളം മാത്രം കുടിച്ചിട്ട് അങ്ങനെ കിടക്കുക ചെയ്തത്. അപ്പോൾ ഞാനത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അരി ഒന്ന് തിളച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനത് നേരെ എടുത്തിട്ട് റൈസ് കുക്കറിലേക്ക് വെച്ചു. ഇനിയിപ്പോൾ രാവിലെ നമ്മളൊന്ന് ഉറങ്ങി എണീറ്റ് ഒരു 9 മണി ആ ടൈമൊക്കെ ആയാലും അത് ഭയങ്കരമായിട്ട് വെന്തിട്ടൊന്നും ഉണ്ടാവില്ല ഈ അരി ആയതുകൊണ്ട്. റേഷൻ അരി ഇങ്ങനെ ചെയ്യരുത്, ഞാൻ വീണ്ടും പറയുന്നു, ചിലപ്പോൾ ഓവർ കുക്ക്ഡ് ആയി പോവും. അപ്പോൾ ഇത് പിന്നെ അങ്ങനെ അവിടെ സെറ്റായി. അപ്പോൾ ചോറ് സെറ്റായി. ഇനി അതവിടെ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അടുത്ത പണി ചെയ്യാമെന്നാണ്. അതായത് രാവിലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഡേ ഫുൾ നമ്മൾ ഫ്രീ ആവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഖുർആൻ ഓതാനും കൂടുതൽ ടൈം ഖുർആൻ ഓതാനൊക്കെ പറ്റും. പിന്നെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റും. ഏതായാലും നമ്മൾ ഈ ഒരു ടൈം എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഫുഡ് കഴിച്ച് നേരെ പോയി കിടന്നുറങ്ങുക എന്നുള്ളത് ചെയ്യാതെ നമുക്ക് വേറെ എന്തെങ്കിലും കുറച്ചുകൂടെയൊക്കെ എന്താ പറയുക എഫക്റ്റീവായിട്ടൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണല്ലോ. പിന്നെ എനിക്കിതുപോലെ മോർണിംഗിൽ കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ആയിട്ട് അങ്ങനെ ചെയ്യാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുറേ കുടിച്ചിട്ട് പിന്നെ നിസ്കാരം മുതലൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ ഇതാ നേരം വെളുത്തപ്പോൾ ഏകദേശം ഒരു 7 മണി ഒക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം മുമ്പായിരത്തൊക്കെ ഒന്ന് പോയി. ഇപ്പോൾ ഇവിടെ പൂക്കളുണ്ടാകുന്ന 2-3 ചെടികളുണ്ട്. പിന്നെ ആദ്യം തന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുളകുണ്ടോ എന്ന് നോക്കാം. ഈ കാന്താരി മുളക്, ചീനമുളകൊക്കെ പറയില്ലേ, അങ്ങനത്തെ. അപ്പോൾ ഇത് കുറച്ചുണ്ട്. ഈ മരത്തിൻ്റെ അവസ്ഥ ഏകദേശം പരിതാപകരമായിരിക്കണം. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്, പക്ഷെ എന്നാലും ഒരു എക്സ്പയർ ആയ രീതിയിലാണ് ഇപ്പോൾ അതിന് മട്ടും പാവും. പക്ഷെ എന്നാലും അത്യാവശ്യം മുളകൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് തവണ എടുത്തിട്ടുണ്ട് ഇതൊന്ന്. ഇപ്പോൾ അതിൻ്റെ ഒരു അവസാന ടൈമായിട്ടുണ്ട് തോന്നുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ 10 മണി, പിന്നെ അതുപോലെ ബോഗൺവില്ല. പക്ഷേ ഈ ബോഗൺവില്ല ഹൈറ്റ് വെക്കുന്ന കൂടുതലായിട്ട് അങ്ങനെ
പടർന്നു പോകുന്നൊന്നുമില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ 10 മണി ആയാൽ അത്യാവശ്യം 2-3 കളർ പൂവിടാറുണ്ട്. പിന്നെ ഈ ഒരു വൈറ്റ് കളർ പൂവുണ്ടാകുന്നതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ പാടത്തേക്ക് ഇറങ്ങി. അവിടെ ഇങ്ങനെ മഞ്ഞൊക്കെ ചെറുതായിട്ടുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഇവിടെ നമ്മളല്ല മുളകും തൈ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളർന്ന് ഇപ്പോൾ പച്ചമുളക് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് മുളക് വാങ്ങിക്കുമല്ലോ, അപ്പോൾ അത് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ അതിൻ്റെ തരി ഉണ്ടാവുമല്ലോ, അതൊക്കെ കുഴിച്ചിട്ടിട്ട് അങ്ങനെ തൈ ഉണ്ടായിട്ട് അങ്ങനെ ഉണ്ടായതാണത്. പിന്നെ അങ്ങനെ നമ്മൾ നേരെ കോഴികളൊക്കെ വിടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ആദ്യം ഞാനൊന്ന് അതിൻ്റെ കമ്പിയുടെ ഉള്ളിൽ കൂടെ ഒന്നിങ്ങനെ നോക്കിയതാണ്. അങ്ങനെ നേരെ പോയി അവരെയൊക്കെ പുറത്തേക്ക് വിട്ടു. അവരിപ്പോൾ വിട്ടപാട് നേരെ താറാവുകൾ അവിടെ ഒരു വെള്ളത്തിൽ അങ്ങനെ കുറച്ച് നേരം നീന്തി കളിക്കും. അത് നല്ല ഒരു രസമാണ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് നമ്മളവിടെ കോഴി മുട്ട വിരിഞ്ഞുണ്ടായി കുഞ്ഞു കോഴിക്കുട്ടികളാണ്. അപ്പോൾ അവർ നമ്മളങ്ങനെ സെപ്പറേറ്റ് കൂട്ടിലാക്കിയിട്ടുണ്ട്. പിന്നെ അതാ ഇനിയിപ്പോൾ രാവിലെ ഇവർക്കൊക്കെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട്. കറി ഓൾറെഡി ചിക്കൻ കറി ഉള്ളതുകൊണ്ട് പിന്നെ ദോശ ഉണ്ടാക്കി. പിന്നെ നമ്മൾ ഉച്ചക്ക് ചോറിന് വേണ്ടിയിട്ട് അവർക്ക് ഇന്നലൊക്കെ വരുമ്പോൾ ചീരനില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അപ്പം തന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ ഒരു കണ്ടെയ്നറിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് ഇപ്പോൾ അങ്ങനെ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അപ്പോഴത്തേക്കും ചോറ് വെന്തത് വാർത്ത് വെക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം ഞാൻ കുറച്ചൊക്കെ എക്സ്പേർട്ടായിട്ടുണ്ട് വാർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ അങ്ങനെ വാർക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഒന്നാകെ വെള്ളം മൊത്തം അങ്ങോട്ട് മറിഞ്ഞു പോകും. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അങ്ങനെ ഞാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു പരിപാടി. ഇപ്പോൾ ഏകദേശം ഒരു 75% ഒക്കെ വരെ കോൺഫിഡൻ്റായിട്ട് അത് ചെയ്യാൻ ഓക്കെയാണ്. പിന്നെ ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ ഊറ്റാൻ വേറെ പാത്രം എടുക്കേണ്ട അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇപ്പോൾ മറ്റേ ഞാൻ സൈഡിലൊക്കെ ഇങ്ങനെ നമ്മൾ ആ കൂട്ടി പിടിക്കുന്ന തുണികൾ വെച്ച് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ വെച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ മൂടി മാത്രം വെച്ച് അങ്ങനെ സക്സസ്ഫുള്ളി അത് ചെയ്യാൻ ഞാൻ പഠിച്ചു. അപ്പോൾ അതാ അങ്ങനെ ദോശയൊക്കെ ചുടുന്നുണ്ട്. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ ചെറിയുള്ളി ഓൾറെഡി നന്നാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ചെറിയുള്ളിയും അതുപോലെ വെളുത്തുള്ളി പിന്നെ ഉണക്കമുളക് അതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കുത്തിച്ചതച്ചിട്ട് എന്താ പറയുക ചീരല ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിക്കണത് ഉച്ചക്ക്. പിന്നെ അങ്ങനെ ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് പിന്നെ കുട്ടികൾക്ക് അങ്ങനെ കറിയായിട്ട് വേണം അങ്ങനെ തോന്നില്ല. എന്തെങ്കിലും ജസ്റ്റ് ഇലക്കറികളോ ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങനെ രാവിലെ തന്നെ ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ അങ്ങനെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ചതച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചെറിയ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ ചതച്ചതൊക്കെ അതിലേക്കിട്ടിട്ട് ചീരണ്ടിലിട്ടിട്ട് വേവിച്ചാൽ മതി. പിന്നെ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചാൽ ഇനിയിപ്പോൾ അങ്ങനെ ചോറിൻ്റെ കൂടെ നീര് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആ പരിപാടികളൊക്കെ വേഗം തന്നെ ചെയ്ത് തീർക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ തന്നെ 2-3 ചീനമുളകും കൂടി ഇടുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഇലകളൊക്കെ താളിക്കുമ്പോൾ ചീനമുളക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചീരൻ്റെ ഇല, മത്തൻ്റെ ഇല, പിന്നെ അതുപോലെ മുരിങ്ങൻ്റെ ഇല ഇതൊക്കെ താളിക്കുന്ന സമയത്ത് നമ്മൾ നോർമൽ പച്ചമുളക് ഇടുന്നതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റാണ് എന്താ പറയുക ഈ ഒരു ചീനമുളക് ഇടുമ്പോൾ. അപ്പോൾ കുട്ടികൾക്കായതുകൊണ്ട് അങ്ങനെ ഒരുപാട് എരിവ് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ വളരെ കുറച്ച് മാത്രം ഒരു 4 എണ്ണം എങ്ങാണ്ട് ഇട്ടിട്ടുള്ളൂ. നമുക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ മുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ
ഉള്ളി ഏകദേശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു കണ്ടെയ്നറിൽ അങ്ങനെ നിറയെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല, കാരണം അത്രയും അധികം ആവശ്യമില്ല. നമുക്ക് 2 ദിവസം 3 ദിവസമൊക്കെ ആയിട്ട് വെക്കാനുള്ളത് ഉണ്ടാവും അത്. അപ്പോൾ ഞാനങ്ങനെ ജസ്റ്റ് ഒരു 2-3 പിടി അങ്ങനെ എടുത്തിട്ട് അതിലിട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരെ അത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ബാക്കിയുള്ളത് അതേപോലെ തന്നെ ആ കണ്ടെയ്നറിൽ അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ അതേപോലെ നല്ലൊരു ഫ്രഷ്നെസ്സിൽ തന്നെ നമുക്ക് വീണ്ടും കിട്ടും. കവറിൽ കെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വാടി പോയിട്ടുണ്ടാവും, അത് ആ ഒരു ഫ്രഷ്നെസ്സൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ നമ്മൾ അരിഞ്ഞിട്ട് കണ്ടെയ്നറിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3-4 ദിവസം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ഇരിക്കുമെന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയില്ല. എനിക്ക് ഞാൻ 1.5 വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് എല്ലാം കൂടി ആ ഉള്ളിയും മുളകും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇലയൊക്കെ കൂടി ഉപ്പ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് പിന്നെ മൂടി വെച്ചിട്ട് അങ്ങനെ ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചാൽ മതി. പിന്നെ ചീര ഒന്നും അങ്ങനെ ഒരുപാട് വേവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ അപ്പം നമുക്ക് ചോറും കറികളല്ല ചോറും കറിയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി പിന്നെ ഓൾറെഡി ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം സെറ്റായി. അങ്ങനെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ഗ്യാസിൻ്റെ ചുറ്റും നമ്മൾ ദോശ ചുടുന്ന സമയത്ത് തെറിച്ചിട്ടുള്ളതും പിന്നെ അതുപോലെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ തെറിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കിച്ചണൊന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫ്രഷ് ലുക്കിൽ അവിടെ അങ്ങനെ കിടക്കും. വോയിസ് ഓവർ കൊടുക്കുന്നതിനിടയിൽ വീട്ടിൽ ഒരാൾ വന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഗ്യാസും അതുപോലെ കൗണ്ടർ ടോപ്പും ഒക്കെ ജസ്റ്റ് ഒന്ന് സോപ്പ് ഇട്ടിട്ട് വാഷ് ചെയ്തിട്ട് അതങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതുപോലെ അങ്ങനെ സോപ്പ് വാഷ് ചെയ്യും. സോപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വാഷ് ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് വെള്ളം കൊണ്ട് അങ്ങനെ തുടച്ച് വൃത്തിയാക്കി വെക്കാറാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യും. പിന്നെ ഈ ഒരു ക്ലോത്ത് ഞാൻ മുന്നേ മീഷോന്ന് വാങ്ങിച്ചിട്ട് അൺബോക്സ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത് കേട്ടോ. നമുക്ക് തുടക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും. ഇതുപോലെ ഗ്ലാസിൻ്റെ ടേബിള്, പിന്നെ അതുപോലെ ഞാനിപ്പോൾ എന്താ പറയുക, നമ്മൾ നോമ്പിൻ്റെ മുന്നേ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ജനലിൻ്റെ കമ്പിയൊക്കെ തുടക്കാൻ ഇതാണ് ഉപയോഗിച്ചിരുന്നത്. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. നമുക്ക് എന്താ പറയുക, പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റും. ചളിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പൈപ്പിൽ പിടിച്ചിട്ട് വെള്ളം കൊണ്ട് അങ്ങനെ വാഷ് ചെയ്താൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടിടും. പിന്നെ നമ്മളിങ്ങനെ നോർമൽ തുണിയൊക്കെ തുടച്ച് അങ്ങനെ കിച്ചണൊക്കെ തുടച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്മെല്ലും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുമല്ലോ. അതൊന്നും ഇതുവരെ ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് ഇതുവരെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി സൈസ് വലുപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. പക്ഷെ ഞാനിപ്പോൾ അടുത്ത് ഒരു 2 ദിവസം മുന്നേ ഞങ്ങളുടെ 6-ാം മാളിൽ പോയപ്പോൾ ഇതിൻ്റെ വലിയ സൈസ് അവിടെ കണ്ടു. വലിയ സൈസ് മീൻസ് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഷീറ്റിൻ്റെ വിഡ്ത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടി വീതി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഓൺലൈനിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല അതിൻ്റെ സൈസ് വലുതുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ സൈസ് ഒന്നും കൂടി വലുതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വാങ്ങിച്ചോ. ഇത് ഓക്കെ അല്ല എന്നല്ല, ഓക്കെയാണ്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി കിച്ചണിലൊക്കെ ഒന്നുകൂടി യൂസ് ചെയ്യാൻ ടാബിള് അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ തുടക്കാൻ, അതുപോലെ ഗ്യാസിൻ്റെ സ്റ്റൗവൊക്കെ തുടക്കാൻ ഇത് ഓക്കെയാണ്. പക്ഷെ ഇതുപോലെ നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ തുടക്കാൻ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി വലുപ്പമുള്ളതാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഇത് യൂസ് ചെയ്തപ്പോൾ. പക്ഷെ നമുക്ക് തന്നെ ഒറ്റ യൂസിൽ തന്നെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കൗണ്ടർ ടോപ്പൊക്കെ. പിന്നെ അങ്ങനെ എണ്ണമയൊന്നും തുണിയിൽ അങ്ങനെ നിൽക്കുന്ന പോലും തോന്നിയിട്ടില്ല. അപ്പം അങ്ങനെ പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം
സമൂസ നോർമൽ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി, നോർമലായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ ഒമ്പതരൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നിൽക്കാനായിട്ട് ഒന്ന് യാറാമാൾ വരെ പോയി കുറച്ച് സാധനങ്ങൾ, ഫുഡ്സൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.